എല്ലാവർക്കും നമസ്കാരം. ബനാന സ്ട്രോബെറി സ്മൂത്തിയാണ് ഇന്നത്തെ റെസിപ്പി. ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിട്ട് കുടിക്കാം. സ്റ്റൊമക്ക് ഫില്ലിംഗ് ആയിട്ട് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കും കുടിക്കാൻ പറ്റുന്ന നോ ഷുഗർ റെസിപ്പിയാണിത്. വളരെ ഹെൽത്തിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ മിക്കവാറും എല്ലായിടത്തും സ്ട്രോബെറി സീസണാണ്. അതുകൊണ്ട് തന്നെ ഒരു ബൗൾ സ്ട്രോബെറി, ഏകദേശം വലിയ സ്ട്രോബെറി ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഴമാണ്. നല്ല പഴുത്ത റോബസ്റ്റ പഴമാണ് സ്മൂത്തി ഉണ്ടാക്കാൻ ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പഴം തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു ബൗളിൽ ഇട്ട് വയ്ക്കാം. അതുപോലെ തന്നെ സ്ട്രോബെറിയും ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വയ്ക്കാം. ഇതിനെ മിനിമം 2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലപോലെ ഫ്രീസ് ചെയ്തെടുക്കണം. സമയമുള്ളവരാണെങ്കിൽ ഒരു ദിവസമൊക്കെ ഫ്രീസറിൽ വെക്കാം. നല്ല തണുത്ത് ഐസായിട്ടുള്ള സ്ട്രോബെറിയും പഴവുമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊരു കോമ്പിനേഷൻ ആണെന്നേ ഉള്ളൂ. സ്മൂത്തി കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫ്രീസ് ചെയ്തെടുക്കുന്നത്. സ്മൂത്തി കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസല്ല, അതുപോലെ ഒരുപാട് ടൈറ്റും അല്ലാത്ത കൺസിസ്റ്റൻസിയാണ്. ഇനി ഇതിലേക്ക് ഹണിയാണ് മധുരത്തിന് വേണ്ടി ചേർക്കുന്നത്. ഏകദേശം ഒരു ടീസ്പൂൺ ചേർത്താൽ മതിയാവും. സ്ട്രോബെറിക്കും അതുപോലെ പഴത്തിനും അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. പാലിന് പകരം നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്ക് ഉപയോഗിക്കാം. ഡയറി ഫ്രീ ആയിട്ട് ഇത് കഴിക്കണം എന്നുള്ളവർക്ക് ആൽമണ്ട് മിൽക്ക് എടുക്കാം. പാലാണ് എടുക്കുന്നതെങ്കിൽ ഒരുപാട് പാലെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 കപ്പ് മിൽക്ക് എടുത്താൽ മതി. തിളപ്പിച്ച് അറിയതെടുക്കാം, അല്ലാത്തതും എടുക്കാം. നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഹൈ സ്പീഡിലാണ് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. എല്ലാം നല്ലപോലെ അരഞ്ഞു കിട്ടണം. ഒരുപാട് ലൂസല്ലാത്ത എന്നാൽ ഒരുപാട് അങ്ങ് ടൈറ്റ് അല്ലാത്ത നല്ലൊരു കൺസിസ്റ്റൻസിയാണ് ഇത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ സ്മൂത്തി കുടിക്കുമ്പോഴാണ് നല്ല സ്റ്റൊമക്ക് ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാവുന്നത്. ഡയറി ഫ്രീ ആയിട്ടും നിങ്ങൾക്ക് ഇതെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് ഗാർണിഷ് ചെയ്യാം. ഞാനൊരു സ്ട്രോബെറിയുടെ ചെറിയ പീസസ് വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നട്ട്സൊക്കെ ഇട്ട് കുറച്ചുകൂടി റിച്ചാക്കി എടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോസ് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.